أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن. علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. വ്രതകാലത്തെ രാവുകളിൽ നിങ്ങൾ ഭാര്യമാരെ പ്രാപിക്കുന്നത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവർ നിങ്ങൾക്ക് വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും വസ്ത്രമാകുന്നു. നിങ്ങൾ രഹസ്യമായി സ്വയം വഞ്ചിക്കുകയായിരുന്നുവെന്ന് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവൻ നിങ്ങളുടെ കുറ്റം പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഭാര്യമാരോടൊപ്പം രാപ്പാർത്ത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സുഖം തേടിക്കൊള്ളുക. അപ്രകാരം തന്നെ രാവിന്റെ കരിവരകളിൽ നിന്ന് പ്രഭാതത്തിന്റെ വെള്ളവരകൾ തെളിഞ്ഞു കാണുന്നത് വരെ നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. പിന്നെ അതെല്ലാം വർജിച്ച് രാവു വരെ വ്രതം പാലിക്കുക. നിങ്ങൾ പള്ളികളിൽ ഭജനമിരിക്കുമ്പോൾ ഭാര്യ സംസർഗം അരുത്. ഇവ അള്ളാഹു നിശ്ചയിച്ച പരിധികളാകുന്നു. നിങ്ങൾ അവയോട് അടുത്തു പോകാതിരിക്കുക. ഇവിധം അള്ളാഹു അവന്റെ വിധി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയാകുന്നു, അവർ തെറ്റായ കർമ്മമാർഗങ്ങളിൽ നിന്ന് മുക്തരാകേണ്ടതിന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ക്ലാസ് പ്രത്യേക കാരണം കൊണ്ട് നേരത്തെ ആക്കേണ്ടി വന്നതുകൊണ്ട് കുറച്ച് ആളുകളൊക്കെ കുറവാണ്. എന്നാലും കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് 5-6 ആളുകൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് പഠിച്ചവരുടെ അനുഗ്രഹം നമുക്ക് എന്തായാലും എടുക്കാം. ഈ ഒരു ആയത്ത് നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഈ ആഴ്ച അതിന്റെ ബാക്കി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സോട് കൂടി വെക്കേഷന് മുന്നേ ഉള്ള ക്ലാസ് തീരും. പിന്നെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് സെപ്റ്റംബറിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് എടുക്കാൻ തീരുമാനിച്ചത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സാലിഹായ അമലുകളായി സ്വീകരിച്ചുകൊണ്ട് പരലോകത്ത് നമ്മുടെ നന്മയുടെ തട്ടിൽ കനം തൂങ്ങുന്ന അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് ബക്കറിലെ 187-ാമത്തെ ആയത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന്റെ അർത്ഥം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒന്നും കൂടി നോക്കാം ഇതിന്റെ വേർഡ് മീനിങ്. ഉഹില്ല ലക്കും, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? ലൈലത്ത സിയാമി, നോമ്പിന്റെ രാവ്. ലൈല് രാത്രി, സൗമ് സിയാമ്. സൗമ് എന്ന് പറഞ്ഞാല് നോമ്പ്, അതിന്റെ പ്ലൂരലാണ് സിയാമ്. സിയാമ് എന്ന് പറഞ്ഞാല് നോമ്പുകൾ, നോമ്പുകളുടെ രാത്രികളിൽ നിങ്ങൾക്ക് എന്ത്? റഫസു ഇലാ നിസാഇക്കും. നിസാ എന്ന് പറഞ്ഞ സ്ത്രീകൾ. നമ്മൾ ഖുറാന് പഠിക്കേണ്ടത് ഈ രീതിയിലാണ് കേട്ടോ. വാക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഖുറാന് വളരെ എളുപ്പമാണ് അർത്ഥം കണ്ടുപിടിക്കാൻ. അപ്പൊ പക്ഷെ നമുക്കൊരു 75% ഖുറാനിലെ വാക്കുകൾ നമ്മൾക്ക് കാണാതെ പഠിഞ്ഞാലാണ് നമുക്ക് ഖുറാൻ പിന്നെ കേൾക്കുമ്പോൾ അർത്ഥം കിട്ടുള്ളൂ. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ് ഈ ഖുറാൻ പഠനം എന്ന് പറയുന്നത്. അത് ഖുറാന്റെ അറബിക്ക് നമുക്ക് പഠിയും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഇങ്ങനെ അറിയാതെ സംസ്കരിക്കപ്പെടുകയും ചെയ്യും ഇൽമ കിട്ടും തോറും. അപ്പൊ അതാണ്. അപ്പൊ ഈ നിസാ എന്നതിന്റെ അർത്ഥം സ്ത്രീകൾ എന്നാണ്. അപ്പൊ ഇലാ നിസാഇക്കും, ഇലാലേക്ക്, നിസാഇക്കും നിങ്ങളുടെ സ്ത്രീകളിലേക്ക്. നിങ്ങളുടെ ഈ റഫസു എന്ന് പറഞ്ഞ ശരിക്കുള്ള അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അശ്ലീല ഭാഷണം, ശൃംഗാരം എന്നൊക്കെയാണ് റഫസിന്റെ അർത്ഥം.
പക്ഷെ അതിന്റെ കൂടെ ഇല എന്ന് വരുമ്പോൾ അത് സ്ത്രീ സംസർഗം എന്ന രീതിയിലാണ്. ഇല റഫസു ഇല എന്നുള്ളതിന്റെ അർത്ഥമാണ് അത് സംസർഗമാകുന്നത്. അപ്പോ അപ്പൊ നിങ്ങൾക്ക് രാത്രിയില് ഈ നോമ്പിന്റെ രാത്രികളിൽ സ്ത്രീ സംസർഗം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്നിട്ട് പറയണം ഹുന്ന അവരാകുന്നു. ഹുന്ന എന്ന് പറഞ്ഞാൽ സാധാരണ ഹും എന്നാണ് അവർ എന്നുള്ളതിന് പറയാറ്. ഹും എന്ന് പുരുഷവർഗത്തിനാണ് പറയാ. ഹുന്ന എന്ന് പറയുമ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഹുന്ന അവരാരാണ്? അവർ ലിബാസുൻ ലക്കും, നിങ്ങൾക്ക് ലിബാസാണ്. ലിബാസ് എന്ന് പറഞ്ഞാൽ അറബിയിൽ വസ്ത്രം, നിങ്ങൾക്ക് വസ്ത്രമാണ്. അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങളാണെങ്കിൽ ലിബാസും വസ്ത്രമാണ്. ലഹുന്ന അവർക്ക്, ഇവിടെയും ഹുന്ന എന്ന് പറയാ ആ സ്ത്രീകൾക്ക് എന്നാണ്. ലഹുന്ന അവർക്ക് നിങ്ങളും വസ്ത്രമാകുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വസ്ത്രം പോലെ ആകുന്നു, ഇണകളാകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുമായി സംസർഗം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത് രാത്രികാലങ്ങളിൽ. അപ്പൊ അതായത് അത്രയും അടുത്ത് നിൽക്കുന്ന ആളുകൾ അവരെ വേർപിരിച്ചുകൊണ്ടൊരു ഇബാദത്ത് ഇസ്ലാമിൽ ഇല്ല. ഇതിന്റെ വേറെ വശം പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ഒരുപാട് വിശദീകരണം ഞാൻ പറഞ്ഞിരുന്നു. എന്തെന്ന് വെച്ചാൽ ലിബാസ് എന്ന വാക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉപയോഗിച്ചതിലെ യുക്തിയാണ് കഴിഞ്ഞ ക്ലാസ് ഫുള്ള് പറഞ്ഞത്. വസ്ത്രത്തിന്റെ ഒരു ഗുണം അത് എന്തുകൊണ്ട് ആപ്റ്റായ വേർഡായി എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞതിൽ മറ്റൊരു നോമ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ഭാര്യയും ഭർത്താവിനെയും വേർതിരിച്ച് നിർത്തിക്കൊണ്ട് ഇസ്ലാമില് എന്താ പറയാ അങ്ങനെ ഒരു കഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇബാദത്താണ്. ഈ പണ്ട് കാലത്ത് അന്നത്തെ കാലത്ത്, അതായത് അന്ന് ഈ ആയത്തിറങ്ങുന്ന സമയത്ത് ഈ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഒരു ഈ ഇബാദത്തുമായി ചേർന്ന് നിൽക്കാത്ത ഒരു സാധനമായി കരുതിയിരുന്നു. ഭാര്യാഭർത്തൃ സംസർഗം എന്ന് പറയുന്നത് അവർക്ക് അത് ഇബാദത്ത്, അള്ളാഹുവിന് അടിമപ്പെടുക, ആരാധന, അങ്ങനെ ശുദ്ധമായ കുറെ കർമ്മങ്ങൾ ഉണ്ടല്ലോ. പൂജാതി കർമ്മങ്ങളിലൊന്നും ഈ ഒരു കാര്യം ചേർന്ന് കഴിഞ്ഞാൽ അതൊരു അശ്ലീലമാകും, അത് ഇബാദത്തിന്റെ ആ ഒരു ഹുറുമത്ത് നഷ്ടപ്പെടുത്തും എന്നൊക്കെ ഉള്ള ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു അന്നത്തെ കാലത്തെ ജനവിഭാഗത്തിന്. അപ്പൊ നമ്മൾ ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ ഇത് അള്ളാഹ് നിങ്ങൾക്ക് ഹലാലാക്കിയ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും ഭർത്താവുമായിട്ട് ഇണ ചേർന്ന് കൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിൽ ഈ ഇബാദത്തുകൾ ചെയ്യേണ്ടതും. അത് ഇണചേരുക എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു വേണ്ടാത്ത ഒരു വൃത്തികെട്ട ഒരു ലജ്ജയില്ലാത്ത ഇതായിട്ട് നിങ്ങൾ കാണരുത്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അത് നിങ്ങൾ തമ്മിൽ വസ്ത്രം പോലെ ഉള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് അത് ഇവിടെ അങ്ങനെ പറയാൻ കാരണം. അപ്പോ എന്നിട്ട് പറയണല്ല അള്ളാഹു അറിഞ്ഞു, അന്നക്കും തീർച്ചയായും നിങ്ങൾ. കാരണം ഈ മറ്റു സമുദായത്തിലൊക്കെ സന്യാസം അല്ലെ, പള്ളിയിൽ അച്ഛനാവുക, അതായത് കല്യാണം കഴിക്കാതെ ഇരിക്കുന്നവരാണ് അവരുടെ സമൂഹത്തില് ഏറ്റവും ഉന്നത സ്ഥാനത്തിലുള്ളവര്. പൂജാരികള്, സന്യാസികള്, പള്ളിയിലച്ഛന്മാര്, അതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകള്, ഇവരൊക്കെ തന്നെ അവരുടെ ദൈവവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അവരുടെയൊക്കെ കാഴ്ചപ്പാടില് ആ ഒരു ഭാര്യാഭർത്തൃ ബന്ധം അത് ഇത്തരത്തിൽ അള്ളാഹുമായി അടുക്കാനുള്ളതിനൊരു ഒരു കോട്ടമായിട്ടാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അള്ളാഹ് പറയണ അള്ളാഹു അറിഞ്ഞിരിക്കുന്നു, അന്നക്കും തീർച്ചയായും നിങ്ങൾ, കുന്തും നിങ്ങൾ ആയിരുന്നു, എന്ത് തഖ്താനൂന അംഫുസക്കും, തഖ്താനു എന്ന് പറഞ്ഞാല് വഞ്ചിക്കുന്നതിനാ പറയാ. അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ശരിക്കും വഞ്ചിക്കുകയായിരുന്നു. ഇപ്പൊ താബ അലൈക്കും, അപ്പൊ പക്ഷെ കുഴപ്പമില്ല, അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് തൗബ ചെയ്തു തന്നിരിക്കുന്നു, അതായത് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. നിങ്ങൾ ചെയ്ത ആ പ്രവൃത്തി ഉണ്ടല്ലോ, ആത്മവഞ്ചന, തഖ്താനൂന അംഫുസക്കും എന്ന് പറഞ്ഞാൽ ആത്മവഞ്ചന ചെയ്യുകയായിരുന്നു നിങ്ങൾ ഇതുവരെ. എന്താത് ഞാൻ പറയാം എന്തുകൊണ്ടാ അങ്ങനെ അള്ളാഹ് പറഞ്ഞ. ഫതാബ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വന്നിരിക്കുന്നു. വഅഫാ അൻകും, നിങ്ങൾക്ക് നിങ്ങളുടെ അള്ളാഹു താബ എന്ന് പറഞ്ഞ പശ്ചാത്താപം സ്വീകരിക്കുന്നതിനെ പറയട്ടാ. അള്ളാഹു തവ്വാബുർ റഹീമാണല്ലോ. തവ്വാബ് എന്ന് പറഞ്ഞ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അപ്പൊ താബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം സ്വീകരിച്ചു. അപ്പൊ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു പൊറുക്കലിനെ തേടൽ ഞാൻ പാപം സ്വീകരിച്ചിരിക്കുന്നു. വഅഫാ അൻകും, നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഞാൻ പുറത്തു തരികയും ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്? ആത്മവഞ്ചന, നിങ്ങൾ സ്വന്തത്തിനെ വഞ്ചിക്കുകയായിരുന്നു എന്ന് പറയാൻ കാരണം, നിങ്ങൾ അന്നത്തെ കാലത്ത് ഈ ഒരു മുസ്ലിങ്ങള്, യഹൂദന്മാർക്കിടയിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങള് അവരിങ്ങനെ വിചാരിച്ചിരുന്നല്ലോ, ഈ യഹൂദന്മാരുടെ ഒക്കെ പോലെ ഈ ഒരു ഭാര്യാഭർത്തൃ സംസർഗം ഒരു വിവാഹത്തിന് ചേരാത്ത കാര്യമാണ് എന്ന് ഉള്ളിൽ അവർ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് രാത്രി കാലങ്ങളിൽ എന്നിട്ട് ഇവരെന്താ ചെയ്യണത്? ഒളിഞ്ഞും പാത്തിയും ഒക്കെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് ഭാര്യ സംസർഗത്തിൽ ഏർപ്പെടലുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഉള്ളിൽ അവരുടെ വിശ്വാസപ്രകാരം അവരെന്താ, ഞാൻ ചെയ്യുന്നത് എന്തോ തെറ്റാണ് എന്നാണ്. ശരിക്കും ഉള്ളില് അവർക്കത് ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്
എന്നായിരുന്നു ഈ യഹൂദന്മാരുടെയും ഇവരുടെയൊക്കെ ഇടയിൽ ജീവിച്ചിരുന്ന വിശ്വാസികളുടെ വിശ്വാസം. അപ്പോ അവര് എന്നിട്ട് ഒളിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സ്വന്തത്തിനെ വഞ്ചിക്കുന്ന പോലെയാണ് അതിനെ പറയുന്നത്. അതായത് നമുക്കൊരു കാര്യം ഇതിൽ പറയുന്ന തഫ്സീറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം അറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത്. ആത്മാവിന്റെ അറിവിന് അതിന് അറിയാം എന്ത് ഇത് ശരിയായതും തെറ്റായതും ശരിക്കുള്ള നമുക്ക് വ്യക്തമായ സമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ തെറ്റ് ചെയ്യുമ്പോൾ അതൊരു വഞ്ചനയാണ് അല്ലെ? ആത്മവഞ്ചന എന്നാണ് ഇതിന് പറയാ. സ്വന്തത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനാണ് ആത്മവഞ്ചന എന്ന് ഇവിടെ ഉപയോഗിച്ചത്. അപ്പൊ ഇവരെ വിശ്വാസപ്രകാരം ഉള്ളിൽ അവർക്ക് പേടിയും ഒരുമാതിരി ലജ്ജയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഫീലിങ്ങിലാണ് അവരിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് തഖ്താനൂന അംഫുസക്കും, നിങ്ങളെ തന്നെ വഞ്ചിക്കുകയായിരുന്നു ശരിക്കും. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്തോ? മനസ്സ് ഫ്രീ ആക്കിക്കൊണ്ട് തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്തോളൂ. മനസ്സിൽ ഒരു കുത്തും വിചാരിക്കേണ്ട, ഒരു പ്രയാസവും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഞാനിത് പൂർണ്ണമായും അനുവദിച്ചു തന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയാണ്, ഇതുവരെ നിങ്ങളോട് ചെയ്ത ആത്മാവഞ്ചന ഞാൻ പൊറത്തിരിക്കുന്നു, അത് ഞാൻ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഫൽ ആന ബാഷിറൂഹുന്ന, ഫൽ ആന ഇപ്പോൾ മുതൽ ആന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നാണ് അല്ലെ? അൽ ആന ഇപ്പോൾ, ബാഷിറൂഹുന്ന നിങ്ങൾ അവരുമായി സഹവസിക്കുക, ഒരുമിച്ച് താമസിക്കുക, വബ്തഗൂ നിങ്ങൾ തേടുകയും ചെയ്യുക, മാ കതബല്ലാഹു ലക്കും നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്നത്, വകുലൂ നിങ്ങൾ തിന്നുക, വഷ്റബൂ ഇതൊക്കെ ഈ ഒരു ആയത്ത് വലിയൊരു ആയത്താണ്. 187 ആയത്ത് ബക്കറയിലെ ഈ ഒരു ആയത്തിൽ നിന്നാണ് മെയിനായിട്ടും നോമ്പിനെ കുറിച്ചുള്ള നിയമനിർദ്ദേശങ്ങൾ പണ്ഡിതന്മാര് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നോമ്പ് ഇങ്ങനെയൊക്കെയാണ്, രാവിലെ അത്താഴത്തിന് കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറെ നോമ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വരുന്നത് ഈ ഒരു ആയത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കതബല്ലാഹു ലക്കും നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച് നിങ്ങൾ തേടിക്കൊള്ളുക, വക്കുലു നിങ്ങൾ നോമ്പിനെ പറ്റിയാണ് പറയുന്നത്, നിങ്ങൾ ഭക്ഷിക്കുക, ആൻഡ് ഇഷ്റബു നിങ്ങൾ കുടിക്കുക, എത്ര വരെ? ഹത്ത വരെ, യതബയ്യന ലക്കും നിങ്ങൾക്ക് വെളിവാകുന്നത് വരെ. യതബയ്യന സൂറത്തുൽ ബയ്യന അറിയില്ലേ? വ്യക്തമായ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നത് വരെ, ലക്കും നിങ്ങൾക്ക് എന്ത് ക്ലിയർ ആകുന്നത് വരെ? അൽ ഹൈത്തുൽ അബിയദ്, അബിയദ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്, വെള്ള. അൽ ഹൈത്ത് എന്ന് പറയുന്നത് ആ വരകൾ, ആ ഇഴ. അപ്പൊ രാവിലെ ശരിക്കും നമ്മള് ഈ ഫജ്ർ ബാങ്ക് കൊടുക്കുന്ന ആ ടൈമിൽ ശരിക്കും പുറത്ത് നോക്കിയാൽ നമുക്ക് ഇരുട്ടായിട്ട് തോന്നും അല്ലെ? നേരം വെളുത്തിട്ടില്ല എന്ന് നമ്മൾക്ക് തോന്നും. പക്ഷേ ആ ഫജ്ർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ചീള് പോലെ ഒരു വര എവിടെയോ വന്ന് കണ്ടിട്ടുണ്ടാവും. നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇരുട്ടാണെങ്കിലും ആ വെള്ള ഇഴ പോലത്തെ ആ പകലിന്റെ ആ ഒരു വരവ് പൊട്ടിങ് പ്രഭാതം പൊട്ടി വിടരുക എന്നല്ലേ പറയാ. അതായത് ഒരു ബ്രേക്ക് പോയിട്ട് ഒരു സാധനം പൊട്ടിക്കഴിഞ്ഞാല് അതിന്റെ ഉള്ളിലേക്ക് ഒരു വര പോലെയല്ല അതിന്റെ ലൈറ്റ് കിടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുപോലെയാണ് ഈ പ്രഭാതം പൊട്ടൽ. അപ്പൊ ആ വെള്ള ഇഴ, പ്രഭാതം പൊട്ടിയ വെള്ള ഇഴ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താക്കണം? ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക. അത് അത്താഴത്തിന്റെ കാര്യമാണ് പറയുന്നത്. അത്താഴം കഴിക്കുന്ന സമയത്ത് അതുവരെ നിങ്ങൾ കുടിച്ചും തിന്നും ചെയ്തോളി, ഭാര്യ സംസർഗത്തിൽ ഏർപ്പെട്ടോളൂ. പക്ഷേ ആ വെള്ള ഇഴ വരുമ്പോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഹത്താ യതബയ്യന ലക്കും നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ഈ ഫജ്ർ ബാങ്ക് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ ഇതുപോലെ നോക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. പണ്ടൊക്കെ അല്ലേ, സൂര്യൻ നോക്കിയിട്ടൊക്കെ എല്ലാവര് എല്ലാ കാര്യങ്ങളും സമയവും കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ ഇത് അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ ഹൈത്തുൽ അബിയദു വെള്ള ഇഴ, മിനൽ ഹൈത്തിൽ അസ്വദി കറുപ്പ് ഇഴയിൽ നിന്ന് ആ വെള്ള വര, മിനൽ ഫജ്ർ പ്രഭാതത്തിൽ. ഇവിടെ പറഞ്ഞ രാവിലെ ആ കറുത്ത ഇഴ എന്ന് പറയുന്നത് കറുപ്പിന്റെ ഇഴയിൽ നിന്ന് രാത്രികാലത്തിന്റെ ആ കറുപ്പിൽ നിന്ന് ആ വെള്ള ഇഴ പുറത്ത് വെളിപ്പെടുന്നത് വരെ നിങ്ങൾ കഴിച്ചു കൊള്ളുക. ഫജ്ർ എന്ന് പറഞ്ഞാൽ ഫജ്ർ നിസ്കാര പ്രഭാതം. സുമ്മ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിമ്മു പൂർത്തിയാക്കുക, സിയാം നിങ്ങളുടെ നോമ്പ്, ഇലല്ലയിൽ രാത്രി വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുക്കണം. വലാ തുബാഷിറൂഹുന്ന നിങ്ങൾ എന്താക്കരുത്. പിന്നെ എന്നിട്ട് ഇപ്പൊ ഈ നിങ്ങൾ ഭാര്യയുമായി സഹവസിക്കാൻ അനുവാദം കൊടുത്തത് ഏതുവരെയാണ്? രാവിലെ ആ ഒരു ഭക്ഷണം കഴിക്കുന്നത് വരെ അല്ലെ? രാവിലത്തെ ഭക്ഷണം ഫജ്ർ കഴിയുന്നത്, ഫജ്ർ ആകുന്നത് വരെ നിങ്ങൾക്ക് എല്ലാം അനുവദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോമ്പെടുക്കുക രാത്രി വരെ. എന്നിട്ട് പിന്നെ അടുത്തൊരു നിയമം അല്ലാഹ് പറയണത്, വലാത്തു ബാഷിറൂഹുന്ന നിങ്ങൾ അവരുമായി സംസർഗം നടത്തുക, അല്ലെങ്കിൽ അവരുമായി നിങ്ങൾ സഹവസിക്കരുത്. ഭാര്യമാരുമാരി അൻതും നിങ്ങളായിരിക്കെ, അൻതും നിങ്ങൾ ആക്കിഫൂൻ എന്ന് പറഞ്ഞാല് ഇത്തിക്കാഫ് ഇരിക്കുന്നതിന് അവരുടെ ഇത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത് ഫിൽ മസാജിദ് പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭാര്യയുമായിട്ട് ആ സമയത്ത് അതിപ്പോ എത്ര ദിവസമാണോ ഇരിക്കുന്നത്, 10 ദിവസമാണെങ്കിൽ 10 ദിവസവും നമ്മൾ
രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത് രാത്രിയും പകലും ആയിക്കോട്ടെ. നമ്മൾ പള്ളിയിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഇക്തികാഫ് ഇരിക്കുന്ന സമയത്ത് ഭാര്യ സംസർഗം എന്താണ് നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. പിന്നെ തിൽക്ക അത് ഇത് അള്ളാഹ് പറയാണ്, ഇതുണ്ടല്ലോ ഈ കാര്യം ഞാനിപ്പോ പറഞ്ഞ ഓരോരോ നിയമങ്ങളുണ്ടല്ലോ, തിൽക്ക അത് അതെന്താകുന്നു, ഹുദൂദുള്ള അള്ളാന്റെ ഹുദൂദാണ്. ഹുദൂദ് എന്ന് പറഞ്ഞ പരിധികൾ. അള്ളാഹ് ഓരോന്നിനും ഓരോരോ വര വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഈ വരന്റെ അപ്പുറത്ത് പോവരുത് എന്നുള്ള എന്നിട്ട് പറയും. മനുഷ്യന്മാരോടുള്ള പിന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ഇതാണ്. അള്ളാഹ് ഓരോരോ പരിധി വെച്ചിട്ട് ആ പരിധി പാലിക്കുന്നുണ്ടോ എന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ അള്ളാഹ് വെച്ച ഹുദൂദുകളാണ്, പരിധികളാണ്. ഫലാ തഖ്റബൂഹ, നിങ്ങൾ അതിനെ സമീപിക്കരുത്, നിങ്ങൾ അതിന്റെ അടുത്ത് പോവരുത് എന്നാ പറഞ്ഞത്. നിങ്ങൾ അത് ലംഘിക്കരുത് എന്നല്ല പറഞ്ഞത്, നിങ്ങൾ അതിന്റെ അടുത്ത് തന്നെ പോണ്ട. അള്ളാന്റെ പരിധിയാകുന്ന വര അവിടെ അപ്പുറത്തുണ്ട് എന്നാണ്, ആ ഭാഗത്തേക്ക് പോവാനേ നോക്കരുത്. മനസ്സിലായില്ലേ? തഖറബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുക്കുന്നതാണ്, ഖരീബ് എന്നുള്ളതിന്റെയാണ്. ഹാ അതിനെ, ഏതിനാ? ഹുദൂദിനെ. കദാലിക്ക അപ്രകാരം യുബയ്യിനുല്ലാഹു അള്ളാഹു വിവരിച്ചു തരുന്നു ആയാത്തിഹി അവന്റെ ആയത്തുകൾ ലിന്നാസി ജനങ്ങൾക്ക്, ലഅല്ലഹും നിങ്ങൾ എന്തിനാകാൻ വേണ്ടി, യത്തഖൂൻ സൂക്ഷ്മത പുലർത്തുന്നവരാകാൻ വേണ്ടി. ഇവിടെ അള്ളാഹ് പറയുന്ന നോക്കി അവസാനം, നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞു തരുന്ന എന്തിനാണ്? നിങ്ങൾക്ക് അവന്റെ വചനങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എപ്പ ഇത് പറ്റും, എപ്പ നിങ്ങൾ അത് ചെയ്യരുത്, ഇത്ര വരെ ഭക്ഷണം കഴിക്കുക, എപ്പ സ്റ്റോപ്പ് ചെയ്യുക, ഈ സമയത്ത് നിങ്ങൾക്ക് ഭാര്യയുമായി ഇടപഴകരുത്, ഇപ്പൊ പറ്റും, ഇങ്ങനെ എന്തൊക്കെയാണ് ക്ലിയർ ആയി പറഞ്ഞു തരുന്നത്. അതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സൂക്ഷ്മതയോടുകൂടി തെക്കവയോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. ലഅല്ലഹും യത്തഖൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ യത്തഖൂ നമ്മൾക്ക്, അപ്പൊ ഇതിന്റെ വേറെ വിഷയം പറയുകയാണെങ്കിൽ, തെക്കുവ ഉള്ള ഒരാളായി ജീവിക്കണമെങ്കിൽ ഇൽമ് അനിവാര്യമാണ്, ഇൽമ് നിർബന്ധമാണ്. ഇൽമില്ലാത്ത ഖുറാനെ കുറിച്ച്, ഖുറാനിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞ പരിധികളെ കുറിച്ചോ മറ്റോ അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും മുത്തഖിയായി ജീവിക്കാൻ കഴിയില്ല. അവന് എന്തൊക്കെയോ നാട്ടിലെ ആചാരങ്ങളും തന്റെ വാപ്പ ഉമ്മ വഴി തനിക്ക് കിട്ടിയ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് അതാണ് പൂർണ്ണമായ ശരിയെന്ന് വിചാരിച്ച് ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് ചെയ്തു പോകുന്നുണ്ടാവും. സ്വന്തത്തിനെ കഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും അത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. വിദാത്താണെന്ന് ഞാൻ ചെയ്യുന്നത് പോലും അറിയാതെ സിൻസിയർ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവുക. ആ ഒരു ഇൽമ ശരിയായ ഇൽമ അല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ വേസ്റ്റ് ആണ്. നമ്മൾ വിദഗ്ധ ചെയ്തിട്ടാ ജീവിച്ചത്. അതാ പറയുന്നത്, ഖുർആൻ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. ശരിയായ അള്ളാഹ് പറഞ്ഞ കലാം കറക്റ്റ് ആണോ ഞാൻ ചെയ്യണതെന്ന് സ്വന്തത്തിന് എപ്പോഴും ഇങ്ങനെ ഖുർആനിന്റെ ആയത്തുകളിലൂടെ ഇങ്ങനെ ഉരച്ചു നോക്കണം. അപ്പോഴാണ് പഠിച്ചോനെ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ശരിയല്ലല്ലോ റബ്ബെ, നിന്നെ തൃപ്തിപ്പെടുന്ന അല്ലല്ലോ എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഖുർആനെ എപ്പോഴും നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കണം. ഇതില് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ അള്ളാന്റെ ഹുദൂദുകളാണെന്ന് പറഞ്ഞല്ലോ ഈ ആയത്ത്. അപ്പൊ അവിടെ അള്ളാഹ് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഫലാ തഖറബൂഹ, അള്ളാന്റെ പരിധികളെ നിങ്ങൾ ഒരിക്കലും അടുത്ത് പോകരുത് എന്ന് ഉപയോഗിച്ചില്ല. ഈ അടുത്ത് പോകുന്നതിനെ കുറിച്ച്, അടുത്തേക്ക് തന്നെ നിങ്ങൾ വരരുത് എന്ന്. ഇപ്പൊ നമ്മള് ഒരു ഹദീസ് ഉണ്ട്, ഇപ്പൊ നമ്മളെ ആടിനെയൊക്കെ മേയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ അതിരില് കൊണ്ടേ മേയ്ക്കരുത് എന്ന്. ഒരാളുടെ സ്ഥലം, ആ സ്ഥലത്തിന് ഒരു അതിരുണ്ടാവും അല്ലെ, ഒരു വേലി കെട്ടിയിട്ട്. അപ്പുറത്ത് മറ്റാളുടെ വേറൊരു ഉടമസ്ഥന്റെ സ്ഥലമായിരിക്കും. അപ്പൊ നമ്മൾ ഈ ആടുകളെ മേയ്ക്കുമ്പോ അറ്റത്ത് കൊണ്ടേ, വേലിന്റെ അടുത്ത് കൊണ്ടേ മേയ്ക്കരുത് എന്ന്. കാരണം അപ്പൊ എന്താ സംഭവിക്കുക, അപ്പൊ ആ ആട് ഒരു പക്ഷെ അപ്പുറത്തെ തൊടിയിൽ പോയിട്ട് അവിടുത്തെ ഹറാമായ മറ്റൊരു ഉടമസ്ഥന്റെ സാധനങ്ങൾ തിന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അറ്റത്തേക്ക് പോവരുത് എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിൽ ഏത് കാര്യത്തിനും അള്ളാഹ് പറയണത്, നിങ്ങൾ ലംഘിക്കരുത് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അതിന്റെ അടുത്തേക്ക് തന്നെ ചിന്തിക്കരുത്. അങ്ങനെ ഒന്ന് ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തന്നെ ഒഴിവാക്കണം. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ഇതിനെ കുറിച്ച് പറയുന്നത്. അള്ളാന്റെ നിയമം പരിധികളോട് അടുക്കിയത്. അള്ളാഹുവിനെ നമ്മൾ ഒരു നിരോധിത മേഖലയോട് ഉപമിച്ചിരിക്കുകയാണ്. നിരോധിത സ്ഥലങ്ങളുടെ അതിർത്തിയോടടുത്ത് അലഞ്ഞു തിരിയുന്നവർ കാൽ വഴുതിയോ പ്രലോഭിപ്പിക്കപ്പെട്ടോ നൈമിഷികാഭിനിവേശത്താലോ ഒക്കെ നിരോധിത മേഖലയിലേക്ക് കടക്കാൻ സാധ്യത ഏറെയാണ്. ഒരിക്കലും കടന്നുകൂടാത്ത സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഏറ്റവും ഉചിതമായത് അതിനടുത്തേക്ക് എങ്ങും പോവാതിരിക്കുകയാണ്. നിഷിദ്ധങ്ങളോട് അടുത്തിടപെടുന്നവർ വേലികെട്ടിയ വിളക്കടുത്ത് മേയുന്ന കാലികളെ പോലെയാണ്. ഒരു പഴുത് കണ്ടാൽ അതിലൂടെ വിളയിലേക്ക് തല നീട്ടാനും കഴിയുമെങ്കിൽ വേലി പൊളിക്കാനും ചാടിക്കടക്കാനും ഒക്കെ അവ ശ്രമിക്കും. ചില ധാർമ്മിക നിയമങ്ങളുടെ കാര്യം ഇപ്രകാരം തന്നെയാണ്. ലൈംഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അക്കൂട്ടത്തിൽ പെടുന്നു. ഇപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോ കുട്ടികളൊക്കെ
കുട്ടികളോടൊക്കെ സാധാരണ എന്താ പറയല്, ഇപ്പൊ ഒരു സാധാരണ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അത് അറ്റം വരെ പോവാന്ന്. പക്ഷെ എന്നാലും നമ്മൾ പറയും അതിന്റെ അടുത്തേക്ക് പോയി നോക്കല്ലേ എന്ന് പറയും. എന്തുകൊണ്ട് അടുത്തേക്ക് കുറെ സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് പേടിയാണ്, അങ്ങോട്ട് അടുത്തേക്ക് പോയി നോക്കല്ലേ, ഇവിടുന്ന് നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. എങ്ങാനും അടുത്ത് പോയാൽ അതിലേക്ക് എങ്ങാനും കാൽവഴുതി വീണാലോ എന്ന് പേടിച്ചിട്ടാ പറയുന്നത്. അല്ലാതെ നമ്മൾ വീഴുന്ന് ഉറപ്പൊന്നുമില്ല. അതുപോലെ തന്നെ അല്ലേ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് മക്കൾ കളിക്കുമ്പോ അങ്ങനെ അപകടം പിടിച്ച സാധനങ്ങൾ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മളെ വാണിംഗ് കൊടുക്കും. അത് നമുക്ക് തന്നെ അറിയാം, എങ്ങാനും അത് സംഭവിച്ചു പോയാലോ എന്തെങ്കിലും ഒരു ഇതുണ്ട്. അതുപോലെ തന്നെയാണ് അള്ളാന്റെ പരിധികൾ ഭയങ്കര ഗൗരവമായ കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു ലൈംഗികമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുക, അതുപോലെ തന്നെ മദ്യം കഴിക്കുക, ഇതുപോലെ അള്ള പറഞ്ഞ അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കഴിച്ചു പോവുക. അപ്പൊ ഇതൊക്കെ ഭയങ്കര ഗുരുതരമായ കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ വെള്ളത്തിൽ ഒഴുന്ന ജീവൻ നഷ്ടപ്പെടുന്ന പോലെ തന്നെ ഗുരുതരാണ്. അപ്പൊ അള്ള പറഞ്ഞ നിങ്ങൾ അതിന്റെ അടുത്തേക്ക് തന്നെ പോവല്ലേ എന്ന് പറയാം. അപ്പൊ വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വ്യഭിചാരം നിരോധിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എങ്ങനെ? നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്നാണ്. എന്ന് വെച്ചാൽ വ്യഭിചാരത്തിന് വഴിയൊരുക്കുന്ന അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അനിയന്ത്രിതമായ ഇടപെടൽ, ശരീര സൗന്ദര്യം പരസ്പരം പ്രദർശിപ്പിക്കൽ, ശൃംഗാര വർത്തമാനങ്ങളിൽ ഏർപ്പെടൽ, സ്ത്രീയും പുരുഷനും ഒരിടത്ത് തനിച്ചാവൽ തുടങ്ങിയ കാര്യങ്ങൾ പോലും ഉണ്ടാവരുത് എന്നാണ്. ശരിക്കും ഹറാം എന്താണ്? വ്യഭിചാരാണ്. അല്ല ഹറാം എന്ന് പറഞ്ഞ സാധനം വ്യഭിചാരാണ്. പക്ഷെ അള്ള പറയുന്നത് നിങ്ങൾ ഇതൊന്നും ചെയ്യല്ലേ, ഇതൊക്കെ ചെയ്താൽ അവസാനം അത് ഹറാമാക്കിയ വ്യഭിചാരത്തിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു അന്യപുരുഷനുമായി ഒറ്റക്കാവല്ലേ. ഇപ്പത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒറ്റക്കാവുന്ന സാഹചര്യങ്ങൾ ഭാര്യയും പുരുഷനും ഇപ്പത്തെ കാലത്ത് ഒരുപാട് അവസ്ഥകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു വാട്സപ്പിലൂടെ ഒരു അന്യപുരുഷനുമായി കുറെ നേരം ചാറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മൾ രണ്ടുപേരും തനിച്ചാണല്ലേ. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. ബട്ട് സ്റ്റിൽ ആ ഒരു ഭാര്യ ആ പെണ്ണും ആ പുരുഷനും ഇങ്ങനെ സംസാരിക്കും തോറും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ പങ്കുവെക്കും തോറും ആവുകയാണ്, അവർ തമ്മിൽ അടുപ്പം വരികയാണ്. അപ്പൊ ഇപ്പത്തെ കാലഘട്ടത്തിൽ ഇതിനെ പല രീതിയിലും അതിനെ വായിക്കണം. ഒരു സ്ത്രീയും പുരുഷനും തനിച്ചാവുക എന്നുള്ളതിനെ കുറിച്ച് ശൃംഗാര വർത്തമാനങ്ങൾ നേരിട്ട് പറയലല്ല, അത് ചാറ്റിങ്ങിലൂടെ ആവാം, ഒരു ഇമോജി ഇടലാവാം, ഒരു ഹാർട്ട് ഇടലാവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അതൊക്കെ തന്നെ മറ്റുള്ള ഹൃദയത്തിൽ രോഗമുള്ളവരുടെ ഹൃദയത്തെ ഇളക്കാൻ സാധ്യതയുണ്ട്. നമ്മളുടെ ഒരു ഹാർട്ട് മേ ബി നല്ലൊരു ചിരിക്കുന്ന ഇമോജി ആയിരിക്കാം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഇളക്കുന്നത്. നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഇതിലൊന്നും നിങ്ങൾ ഒരു മുത്തക്കിയായ ഒരു സ്ത്രീ പോവരുത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും കേട്ടോ, പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും. അതുപോലെ തന്നെയാണ് അള്ളാഹു വളരെ ഗൗരവമായി പറഞ്ഞൊരു മറ്റൊരു കാര്യം എന്താണെന്നറിയോ? അനാഥയുടെ സ്വത്തിന്റെ കാര്യം. അനാഥയുടെ സ്വത്തിന്റെ കാര്യത്തിൽ മുതലിനോട് നിങ്ങൾ അനാഥയുടെ മുതലിനോട് നിങ്ങൾ അടുക്കരുത് ഏറ്റവും നല്ല നിലയിലല്ലാതെ. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മളെ കുടുംബത്തിൽ ഒരു അനാഥ ഉണ്ടായി. അതായത് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീന്റെ ഉപ്പയും ഉമ്മയൊക്കെ മരണപ്പെട്ടു പോയി, ആ കുട്ടി അനാഥനാണ്. അപ്പൊ ഒരുപാട് സ്വത്തുണ്ട്. അപ്പൊ അത് ആരെങ്കിലും ഒക്കെ കൈകാര്യം ചെയ്ത് ആ കുട്ടി വലുതാവുന്നത് വരെ അതിന് നോക്കി നടത്തണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ സ്വത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ പോണ്ടൂ എന്നാണല്ലോ പറയുന്നത്. കാരണം അനാഥ കുട്ടിയുടെ സ്വത്ത് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാല് ഒരാളും ചോദിക്കാനില്ല അല്ലെ, ഒരാളും ചോദിക്കാനില്ല. നമ്മൾ ഹറാമായിട്ട് എടുത്താലും ഇപ്പൊ എന്റെ ആവശ്യത്തിന് എടുത്താല്, എന്റെ ആവശ്യങ്ങൾക്ക് അത് വിറ്റാല് ആരും ചോദിക്കാനും പറയാനില്ല, അത് കുട്ടിയാണ്. അപ്പൊ സ്വന്തത്തിനെ അതായത് ഒന്നാമത് സ്വത്ത് എന്നൊക്കെ പറയുന്ന പൈസ എന്നൊക്കെ പറയുന്ന മനുഷ്യന് വീക്കായ പോയിന്റ് ആണ്. ഏതുപോലെ വ്യഭിചാരം പോലെ തന്നെ വൈകാരികമായിട്ട് മനുഷ്യന്മാര് ലൈംഗികപരമായിട്ട് ഭയങ്കര വീക്കാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് അതുപോലെ അടുത്തേക്ക് പോരല്ലേ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് അനാഥന്റെ സ്വത്ത്. ചോദിക്കാനും പറയാതും ഇല്ലാതെ ഒരുപാട് സ്വത്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നമ്മൾ അറിയാതെ അതങ്ങ് 1000 രൂപയല്ലേ, 10,000 രൂപയല്ലേ, അത് സാരല്ല, ഇത്രയും സ്വത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചറിയാതെ നമ്മൾ ആവശ്യത്തിന് എടുത്തു പോവുകയും നമ്മൾ ഹറാമ് ചെയ്യുന്നതിലേക്ക്, അനാഥയുടെ സ്വത്ത് നമ്മൾ അപഹരിക്കുന്നതിലേക്ക് അത് ആവുകയും ചെയ്യും. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ അത്രയും സ്വന്തത്തിന് തെക്കുവ പാലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അനാഥയുടെ സ്വത്തിന്റെ അടുത്തേക്ക് പോയാൽ മതി എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിൽ അനാഥരെ അവരുടെ ധനത്തെയും മറ്റു താല്പര്യം സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുമെന്ന് നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഇല്ലാതെ അനാഥരുടെ സ്വത്തിനോട് അടുക്കുകയേ ചെയ്യരുതാണ് ഇത് പറയുന്നത്. അപ്പോ അതായത് ഈ പൈസ അല്ലെങ്കിൽ ഈ കാമം എന്നൊക്കെ പറയുന്ന മനുഷ്യന്റെ വീക്ക് പോയിന്റുകളാണ്. അതുകൊണ്ടാണ് അള്ളാഹ് അത്രയും അടുക്കുക പോലും ചെയ്യരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ നോമ്പെടുത്തു കഴിഞ്ഞാല് നോമ്പ് കാലത്ത് ഭക്ഷണം കഴിക്കരുതെന്നും
പിന്നെ ഈ സ്ത്രീ സംസർഗത്തിൽ ഏർപ്പെടുക ചെയ്യരുത് എന്ന് മാത്രമല്ല, ഭക്ഷണം നോക്കി ഉമിനീരിറക്കുന്നതോ അതിന്റെ ഗന്ധം ആസ്വദിക്കുന്നത് വിരോധിച്ചിട്ടില്ലല്ലോ എന്ന് ന്യായീകരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൂടാ. അത് മനസ്സിലായില്ല. അള്ളാഹ് നോ എന്ന് പറഞ്ഞ കാര്യമാണ്. പകൽ നിങ്ങൾ ഫുഡ് കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, സംസർഗത്തിൽ ഏർപ്പെടരുത് എന്നുള്ള പറഞ്ഞ കാര്യമാണ്. അപ്പൊ അരുത് എന്ന് പറഞ്ഞതിന്റെ അടുത്തേക്ക് തന്നെ പോവരുത്. അപ്പൊ ഒരാളിങ്ങനെ ഭക്ഷണം നോക്കിയിട്ട് ഇങ്ങനെ വെള്ളർക്കുക, അതിങ്ങനെ മണത്തിട്ട് ഇങ്ങനെ ആസ്വദിക്കുക, അത് തന്നെ നിങ്ങൾ ചെയ്യരുത്. അത് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ അടുത്തേക്ക് തന്നെ പോവണ്ട എന്നാണ് പറയുന്നത്. അതാണ്. പിന്നെ ഇതില് വേറൊരു വിഷയം ഇതിൽ പറയാനുള്ളത്, ഈ ഇത്തിക്കാഫ് എന്താന്ന് അറിയാലോ അല്ലെ? ഇത്തിക്കാഫ് എന്ന് പറയുന്നത് പ്രവാചകൻ നോമ്പിന്റെ അവസാനത്തെ 10 ഇത്തിക്കാഫ് ഇരിക്കലുണ്ടായിരുന്നു. അത് നബിയുടെ ഭാര്യമാരും തന്നെ പ്രവാചകന്റെ കൂടെ പലപ്പോഴും മദീന പള്ളിയിൽ ഇത്തിക്കാഫ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഇത്തിക്കാഫിന്റെ സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിന് ചിലപ്പോൾ പുരുഷന്മാര് വീട്ടിലേക്ക് വരാറുണ്ട്. ചിലപ്പോ എന്തെങ്കിലും ഒരു അർജന്റ്, ഇപ്പൊ ജോലിയുടെ പെട്ടെന്ന് ഒരു അർജന്റ് ആവശ്യത്തിന് വീട്ടിലേക്ക് വന്ന സമയത്ത് ഇത്തിക്കാഫിന്റെ നിയത്തോടു കൂടിയാണെങ്കിലും അത് എന്താക്കരുത്, ആ സമയത്തും ഭാര്യ ഭർത്തൃ സംസർഗം പാടില്ല എന്നാണ്. ആ ഇത്തിക്കാഫിൽ ഹറാമായ കാര്യമാണ് ഈ ഭാര്യ ഭർത്തൃ സംസർഗം അതിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നോമ്പിന്റെ കാര്യത്തില് ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഈ ആയത്തിൽ നിന്നാണ് ഒരുവിധം നോമ്പിന്റെ നിയമങ്ങളൊക്കെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതില് പറയുന്നത് പിന്നെ ഈ നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്ത് ആർക്കൊക്കെയാണ് ഇളവ്, പിന്നെ പ്രസവം, ഗർഭിണി, ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മള് ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പലർക്കും പല ഡൗട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ വായിക്കുന്നത് കേട്ടോ. അതായത് പിന്നെ നോമ്പുകാരൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന നോമ്പ് അനുഷ്ഠിക്കുകയാണെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കണം. ഭക്ഷണം കിട്ടാത്തത് കൊണ്ടോ കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ടോ ഒരാൾ പട്ടിണി കിടക്കുന്നത് വ്രതാനുഷ്ഠാനമാവില്ല. താൻ വ്രതം അനുഷ്ഠിക്കുക എന്ന അയാൾ നേരത്തെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, അതായത് ഒരാള് ഭക്ഷണം കിട്ടാത്തോളം അല്ലെങ്കിൽ നോമ്പെടുക്കുക എന്നുള്ളതല്ല, ഭക്ഷണമൊക്കെ ഉണ്ടായിട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനാണ് നോമ്പ് എന്ന് പറയാം. ഓരോ നോമ്പിന്റെയും തലേന്ന് രാത്രി തന്നെ ഈ തിരുനിയ്യത്ത് ചെയ്യണം. മനസ്സിലായില്ലേ? നിയ്യത്ത് ചെയ്യണം. നിയ്യത്തിന്റെ പ്രാധാന്യമാണ് ഈ പറയുന്നത്. നിയ്യത്ത് നിർബന്ധമാണ് എന്നുള്ളതാണ്. റമദാൻ മാസാരംഭത്തിൽ ആ മാസത്തിലെ എല്ലാ നോമ്പുകളും അനുഷ്ഠിക്കാൻ തീരുമാനിച്ചാൽ അത് എല്ലാ നോമ്പുകളുടെ നിയ്യത്തായി എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. നിയ്യത്ത് എടുക്കുന്നതിന്റെ 2-3 രീതികളാണ് പറയുന്നത്. ഒരു മാസം മൊത്തം ഞാൻ നോമ്പെടുക്കാൻ പോവാണെന്ന തരത്തിലൊരു നിയ്യത്ത് ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അങ്ങനെ മതിയെന്ന്. ഹനഫി മതത്തിൽ പറയുന്നത് തലേന്ന് രാത്രി തന്നെ എടുത്തിരിക്കണം എന്നില്ല, മൊത്തത്തിൽ എടുത്താൽ മതി എന്നല്ല, അല്ല പ്രഭാതത്തിന് ശേഷമായാലും മതി എന്ന് ഹനഫി മതം പറയുന്നു. തീറ്റ കുടി സംഭവം എന്നീ മുതൽ നോമ്പ് മുറിയുന്നു സുപ്പത് ഉദരത്തിലേക്ക് ചെലുത്തുമല്ലാതെ. അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്ന കാര്യമാണ്, പിന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റുമോ, ബ്ലഡ് എടുക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് ഉദരത്തിലേക്ക് ചെലുത്തുന്നതല്ലാത്ത, അതായത് വയറ്റിലെത്താത്ത തരത്തിലുള്ള ഔഷധ പ്രയോഗങ്ങൾ, സുഗന്ധ തൈലങ്ങൾ, പൗഡറുകൾ, കൺമഷി, സുറുമ എന്നിവ മൂലം നോമ്പിന് ദോഷമില്ല. നോമ്പ് മൂലം ഉണ്ടാകുന്ന വിശപ്പും ക്ഷീണവും അകറ്റുന്നതിന് വേണ്ടിയുള്ള ഇഞ്ചക്ഷനുകൾ നോമ്പിനെ അസാധുവാക്കും. ഒരാൾ പോയിട്ട് ഗ്ലൂക്കോസ് ഏറ്റാ, അത് പാടില്ല. അത് നമ്മളെ നോമ്പിന്റെ ക്ഷീണമൊക്കെ മാറുമല്ലോ, അങ്ങനത്തത് പാടില്ല. പക്ഷെ മറിച്ച് നമ്മുടെ ഈ വേറെ ഇതൊന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഭക്ഷണത്തിന്റെ നമ്മൾ ക്ഷീണം മാറ്റാത്ത തരത്തിലുള്ള സുഗന്ധങ്ങളെയും ഔഷധ പ്രയോഗങ്ങൾ പ്രശ്നമല്ല. അനിശ്ചയ ഉണ്ടാകുന്നതല്ലാതെ സ്വയം തീരുമാനിച്ചു വരുത്തുന്ന ഛർദി അത് നോമ്പ് മുറിയും. പിന്നെ അതുപോലെ സംഭോഗമല്ലാത്ത മാർഗങ്ങളുടെ സ്ഖലനം ഉണ്ടാവുക, പുകവലിക്കുക എന്നിവ മൂലം നോമ്പ് മുറിയുന്നതാണ്. നോമ്പുകാരനാണ് എന്ന കാര്യം മറന്നുകൊണ്ട് വല്ലതും തിന്നുകയോ കുടിക്കുകയോ മറ്റോ ചെയ്താൽ അത് നോമ്പ് അസാധുവാകുന്നതല്ല എന്നാണ് മിക്കവാറും. അതായത് നമ്മൾ നോമ്പാന്നറിയാതെ ഭക്ഷണം കഴിച്ചുപോയി, ചോറ് ഫുള്ള് തിന്നാലും നോമ്പ് മുറിയൂല എന്നാണ് മിക്ക പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതായത് നമ്മളിപ്പോ നോമ്പാണെന്ന് ഓർമ്മയേ ഇല്ല, ഇത് സംഭവിക്കാൻ നോമ്പ് റമദാൻ മാസത്തിലല്ല സംഭവിക്കുക. അധികം ഇത് സംഭവിക്കുക സുന്നത്ത് നോമ്പ് അല്ലെങ്കിൽ നമ്മൾ ഫർദ് നോമ്പ് വീട്ടുന്ന സമയത്തൊക്കെയാണ് ഇത് സംഭവിക്കുക. നമ്മൾ അറിയാതെ എല്ലാവരും കഴിക്കുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നോമ്പുകാരിയാണെന്ന് ഓർമ്മ. അപ്പൊ അങ്ങനെ കഴിച്ചാലും ആ നോമ്പ് മുറിയില്ല. ശരിക്കുള്ള വിസ്മൃതി എന്നാണ് അതിന് പറയാ, മറവി. അത് കുഴപ്പമില്ല, ആ നോമ്പ് തുടരാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കുള്ള ഡൗട്ടാണ് ഈ കഫം. പിന്നെ കഫത്തിന്റെ കാര്യത്തില് പിന്നെ ഇത് നോമ്പ് ഉമിനീർ വായിൽ നിന്ന് പുറത്തേക്ക് വരാത്ത അവസ്ഥയിൽ കുടിക്കാവുന്നതാണ്. അതായത് ഉമിനീര് നമ്മളെ വായിൽ വന്നെങ്കിൽ അതങ്ങ് ഇറക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന ശേഷം പാടില്ല. കഫത്തിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. കഫവും മറ്റും തൊണ്ടയിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് താഴേക്ക് ഇറക്കുന്നത് മൂലം നോമ്പിന് കുഴപ്പമില്ല. അപ്പൊ നമുക്കറിയാം തൊണ്ടയിൽ ഇങ്ങനെ കഫം ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പുറത്തേക്ക് എടുക്കണ്ട,
അതങ്ങ് താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറക്കിയേറ്റ് അങ്ങ് വയറ്റിലേക്ക് ആകുന്നത് കുഴപ്പമില്ല. പക്ഷെ മറ്റേ മുകളിലേക്ക് വായക്ക് വലിച്ചെടുത്തിട്ട് പിന്നെ ഇറക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പ്രശ്നം. ഇപ്പൊ നമുക്കൊക്കെ അധികം ഈ നമസ്കരിക്കുമ്പോഴൊക്കെ നോമ്പിന് ഈ കഫം വരാറുണ്ട് അല്ലെ. നമുക്ക് പോയി തുപ്പാൻ പറ്റില്ലല്ലോ നോമ്പിന്. ആ സമയത്തൊക്കെ നമ്മൾ വായിലേക്ക് എടുക്കാതിരിക്കുക. അതങ്ങ് തൊണ്ടയിൽ വരുമ്പോൾ തന്നെ അങ്ങ് ഇറക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിയൂല എന്നുള്ളതാണ്. എന്നാൽ അത് വായിലേക്ക് വലിച്ചതിന് ശേഷം വിഴുങ്ങുന്നത് നോമ്പിന് ഹാനികരമാകുന്നു. നോമ്പുകാരൻ മനഃപൂർവ്വം സംഭോഗം ചെയ്ത് നോമ്പ് കുറിച്ചാൽ അത് പ്രായശ്ചിത്തം ചെയ്യുന്നത് നിർബന്ധമാകും. ഇതില് വേറൊരു വിഷയം, നോമ്പുകാരി ആയിരിക്കുക റമളാൻ മാസത്തില് നോമ്പുകാരനായ ഒരു ഭാര്യയും ഭർത്താവും പിന്നെ പകൽ സമയത്ത് ഭർത്തൃബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് നിയമം എന്നുള്ളതിന് രണ്ട് കാര്യം പറയാനുള്ളത്. അത് പ്രായശ്ചിത്തം ചെയ്യണം. അതായത് പിന്നെ ആ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് അടിമകളുള്ള പരിസ്ഥിതിയിൽ അടിമയെ മോചിപ്പിക്കാൻ പ്രായശ്ചിത്തം. അതില്ലാത്ത പരിസ്ഥിതിയിൽ 2 മാസം തുടർച്ചയായി വ്രതം അനുഷ്ഠിക്കണം. മനസ്സിലായില്ലേ? അപ്പോ പകൽ സമയത്ത് ഭാര്യ ഭർത്താവ് അറിയാതെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള പ്രായശ്ചിത്തം, ആ ഒരൊറ്റ നോമ്പിന്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് അടിമകളെ മോചിപ്പിക്കുന്നതിന് പണ്ട് അന്ന് അടിമകളുണ്ട്. ഇപ്പൊ അടിമകളില്ലാത്ത കാലത്ത് 2 മാസം തുടർച്ചയായി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസാണല്ലേ. 2 മാസം 60 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം എന്നാണ്. അതിന് സാധ്യമല്ലെങ്കിൽ 60 പാവങ്ങൾക്ക് അന്നദാനം ചെയ്യുക. നോമ്പെടുത്ത ഭർത്താവിന് നോമ്പുകാരിയായ ഭാര്യ സ്വമനസ്സാ വഴങ്ങിയതാണെങ്കിൽ രണ്ടുപേരും ഒരുപോലെ പ്രായശ്ചിത്തം ചെയ്യണം. ഇതിൽ വ്യത്യാസം എന്തെങ്കിലും പിന്നെ പറയുന്നത് എന്താ വെച്ചാല് ഇപ്പൊ നമ്മള് ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ട് അപ്പൊ പിന്നെ ഭാര്യ മനസ്സുകൊണ്ട് അതിന് വഴങ്ങിക്കൊണ്ട് ആണ് ചെയ്തതെങ്കിൽ രണ്ടുപേരും അതിന് പ്രായശ്ചിത്തം ചെയ്യണം. മേലെ പറഞ്ഞ പ്രായശ്ചിത്തം. നേരെ മറിച്ച് ചില സന്ദർഭങ്ങളിലും ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ നോമ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷെ ഭർത്താവിന്റെ പ്രേരണ കൊണ്ട് മനസ്സോടെ വഴങ്ങിയതാണെങ്കിൽ ആ ഭാര്യ പ്രായശ്ചിത്തം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പൊ ഭാര്യ വഴങ്ങിയത് നിർബന്ധിക്കപ്പെട്ടിട്ടാണ് പിന്നെ ചില പണ്ഡിതന്മാരെ ഭാര്യ വഴങ്ങിയ നിർബന്ധിക്കപ്പെട്ടിട്ടായാലും ശരി സ്വമനസ്സായാലും ശരി അവൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നു. പാഴായ നോമ്പ് കിട്ടിയാൽ മാത്രം മതി എന്നാണ് ഷാഫിയുടെ അപ്പൊ അങ്ങനെയാണ് അതിന്റെ പ്രായശ്ചിത്തം. അപ്പം എന്തായാലും ഒരു പുരുഷന്മാർക്ക് പ്രായശ്ചിത്തം അത് നിർബന്ധമാണ്. അത് ഇങ്ങനെ ചെയ്യില്ല. 60 പാവങ്ങൾക്ക് ഫുഡ് കൊടുത്താലും മതി, അല്ലെങ്കിൽ പിന്നെ 60 ദിവസം തുടർച്ചയായിട്ട് നോമ്പെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഈ ആയത്തിലുള്ള ഒരുപാട് പിന്നെ നോമ്പിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു ആയത്ത് ആണ് അതിന്റെ വിശദീകരണം വായിച്ചാലാണ് നമുക്ക് നോമ്പിന്റെ ഫത്വകൾ അധികം കിട്ടുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തഫ്സീർ, ഈ 187-ാമത്തെ ആയത്തിന്റെ തഫ്സീർ വായിച്ചാലാണ് നോമ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നമുക്ക് തീരുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത 2 മാസത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് സെപ്റ്റംബറിൽ അടുത്ത 188 മുതൽ തുടങ്ങാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ സംഗമം ഒരു സ്വാലിഹ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ അബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.